ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആണ്. അപ്പം ഞാൻ മുടി കെട്ടുക കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, കുറേ ആൾക്കാർ ഞാൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും, ഫോണിലല്ല എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തും എടുക്കാമല്ലോ. പക്ഷെ ഞാൻ ഫോണിലല്ല എടുക്കുന്നത്, ടാബിലാണ് എടുക്കുന്നത്. ടാബ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാബ് നല്ലൊരു 30 സെൻറ്റിമീറ്ററും പറയാൻ പറ്റില്ല, 30 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവുക, ഏകദേശം ആ ഒരു വലിപ്പമൊക്കെ ഉള്ള 30 സെൻറ്റിമീറ്ററും ഇല്ല, അതിനേക്കാൾ കുറച്ചുകൂടി നീളമുള്ള ഒരു ടാബാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം ആ ടാബ് എൻ്റെ കയ്യിൽ പിടിച്ച് റെഡിയാക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പം ഇനി മുതൽ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പല പല ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങും അതൊക്കെ പഠിച്ചിങ്ങനെ വരണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ നൈറ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഫുഡ് ഓർ ഫ്രൂട്ട്സ് അങ്ങനെ ഇത് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചില്ല, ഇപ്പം സമയം ഒരു 8 o'clock ആയിട്ട് 8 or 10 ഇപ്പോൾ 10 ആയിട്ടുള്ളൂ. അതായത് 8 o'clock ആ ഒരു സമയമാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ കഴിക്കുന്നത് മാങ്ങയാണ്. ഒരു ഫ്രൂട്ടായിട്ടുള്ള ഒരു മാങ്ങയാണ്. നല്ല പുളിയുണ്ട്, കഴിക്കാൻ കുറച്ച് മടിയാണ്, ആണ് ഞാൻ കഴിക്കുന്നത്. പുളിയുള്ള മാങ്ങ, ഇത് പുളി മധുരമൊക്കെ മിക്സ് ഉള്ള ഒരു പാകമായിട്ടുള്ള മാങ്ങയാണ്. ഇന്ത്യയുടെ ഇവിടെ ഫുള്ള് ചേലമാങ്ങയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി. പച്ച തിന്നാൻ എനിക്ക് അധികം ഇഷ്ടമല്ല, ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ പഴുത്തതും അല്ല, ഇതും ഒരു മാക്സിമം പഴുപ്പും മാക്സിമം പുളിയും, അതായത് ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ഇതിൽ കിട്ടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ ആൾക്കാർ വെച്ച് ഞാൻ എത്രയാണ് പഠിക്കുന്നത് എന്ന്. പിന്നെ ഞാൻ പഠിക്കുന്നത് 6th ആണ്. ഡിവിഷന് പറയണമെന്നില്ല, ഞാൻ പറയാം. 6th E-ലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ എൻ്റെ റോൾ നമ്പർ 33 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാങ്ങ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാങ്ങ തിന്നു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു മരുന്നുണ്ട്. ഇവിടെ കണ്ടോ ഒരു വെള്ളപ്പുള്ളി മാതിരി, അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഗുളിക അല്ല, ഒരു മരുന്ന് കുടിക്കാനുണ്ട്. ബട്ട് ഇതാണ് ആ മരുന്ന്. ഇതാണ് ആ മരുന്ന്. ഞാൻ ഇതിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ട് ഞാൻ എടുത്ത് കേട്ടോ. ഇന്ന് അടുത്ത വീട് ആണ് എൻ്റെ റൂം കാണിച്ചു തരലായിരിക്കും. ഞാൻ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, ഇപ്പം നല്ല സുഖമാണ്, ബട്ട് അത്ര വൃത്തിയല്ല. ഇപ്പം ഞാനൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല സ്ക്വിഷായിട്ടുള്ള ഒരു റോൾ ബെഡാണ്. നമ്മൾ അങ്ങനെ കുപ്പിയാണ്, പിന്നെ ടാബിലൊന്നുമില്ല. ഞാനിപ്പം ടോട്ടൽ എത്രയാണ് കഴിച്ചതെന്ന് വെച്ചാൽ 1 2 3 4 5 6 ഓരോന്നും ഞാൻ കഴിക്കാൻ വന്നേ. 6 ബട്ട് 5 ഗുളികാസ് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മംഗ്ലീഷൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അറിയാം, നമുക്ക് ഇതിൽ റെഡ് മരുന്നാണ്. എനിക്ക് റെഡ് മരുന്ന്, ഇത് മഞ്ചാടി ഒരു സൈസിലാണ്. കറക്റ്റ് ആ മഞ്ചാടീൻ്റെ ഒരു സൈസും, മഞ്ചാടി കുറച്ചും കൂടി ചെറുതായിരിക്കും, ഇത് കുറച്ച് വലുതാണ്. വൃത്തിയിലുള്ള പിന്നെ കറക്റ്റ് റെഡ് കളർ. പുറത്ത് ചെമ്പാണ്, ഉള്ളിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ചേട്ടാ ഒരു സൈഡിൻ്റെ നാക്കിൻ്റെ കൈ ഫുള്ള് റെഡ് ബ്ലഡ് വരുന്നതായിരിക്കും. നമുക്ക് വേണം ആവശ്യം.
നാവ് കാണിച്ചാൽ ഞാൻ ഒരു റെഡിഷ് കളറിൻ്റെ കൈയൊക്കെ നല്ലതുപോലെ തന്നെ റെഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഓയിൽമെൻറ്റ് തേക്കണം. നമ്മൾ കുറച്ചെടുത്താൽ കുറച്ച് എടുക്കുക. കയ്യിൽ ഒരു 3 തട്ട് മതി. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇതാദ്യം എനിക്കറിയില്ല. ഇന്ത്യയിലിപ്പം അങ്ങനെ തോന്നി നിൽക്കുന്നുണ്ടല്ലേ. കണ്ടേ ഇപ്പോൾ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഷേപ്പാന്നൊക്കെ ഉണ്ട്. ഇപ്പം നല്ല രസമല്ലേ അത് നിങ്ങൾ ചോദിക്കട്ടെ. പിന്നെ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തേച്ചെടുക്കുക, അങ്ങനെയാണ് അതേപോലെ എല്ലായിടത്തും തേച്ച് കൊടുത്തു. നമ്മൾ സൺസ്ക്രീൻ ഇടൂലേ, അത് ഒരു കൂട്ടനാണിതും എന്താണ് മാത്രം. നമുക്ക് വേഗം മുടി, എൻ്റെ മുടി അത് ഇത്ര ഉണ്ട് കേട്ടോ. ഷോർട്ട് ഹെയർ ആണ്, എനിക്ക് അത്ര വലിയ മുടി പറ്റത്തില്ല. എനിക്ക് ഇത്ര മുടിയിലാവാം അത് ഞാൻ വെട്ടി. അതായത് എനിക്ക് ആദ്യം ഞാൻ ഫോട്ടോ കിട്ടാതെ കാണിച്ചു തരുന്നുണ്ട്. ഇത്ര മുടിയുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ ആ ഫോട്ടോ. ഇത്ര മുടിയുണ്ടായിരുന്നു. പിന്നെ ഒരു 3 പഠിക്കുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നു. പിന്നെ 4 പഠിക്കുമ്പോൾ ഇത്ര കറക്റ്റ് ആ ഒരു ഈ ഒരു ഭാഗമല്ലേ അവിടെ ആയി. പിന്നെ ഞാൻ എന്താക്കി, എനിക്ക് തലയിൽ താരനൊക്കെ വന്നിട്ട് ഇതൊക്കെ വന്നിട്ട് എനിക്ക് അത്ര ഇതായി. പിന്നെ ഞാൻ എന്താക്കി, എൻ്റെ ഭാഗം ഇത്ര ആക്കിയപ്പോൾ വീണ്ടും വീണ്ടും നീണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്ര ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇത്ര ആയി. വീണ്ടും വെട്ടി ഇത്രയും വേണ്ട ഇത്ര ആക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൊണ്ട് ഇത്രക്കായി. ഇത്രയായിരുന്നു ഞാൻ എനിക്ക് ഷോർട്ട് ഹെയർ ആണോ ലോങ് ഹെയർ ആണോ ചെയ്തത് എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. ഷോർട്ട് ഹെയറിന് ഞാൻ ഇങ്ങനെയാണ് അത് നല്ല നെറ്റൊക്കെ കൊടുക്കുന്നു, അത് എനിക്കും അറിയാം. ബട്ട് നമുക്ക് തന്നെ പോലെ ചൂസ് ചെയ്യാം. ഇങ്ങനെ ചുരുട്ടി ഇപ്പം റെഡി. ഇനി നമുക്ക് ഒരു പണിയില്ല. ഇനി നമ്മൾ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളത് നമ്മുടെ മെയിനായിട്ടുള്ള പണി. ബെഡ് ക്ലീൻ ചെയ്യാൻ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. മറ്റൊരു വീഡിയോ വരുന്നവരെ see you.